ഒടുവിൽ സ്റ്റാലിൻ ജോസഫ് ആ തീരുമാനവുമായി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക്. മഴ തോരും മുമ്പേ എന്ന ജനപ്രിയ സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ പ്രേക്ഷകരായ നാം ഓരോരുത്തരും കാത്തിരിക്കുന്ന ആ സന്തോഷകരമാകുന്ന ആ ആകാംക്ഷ നിറഞ്ഞ നിമിഷം വരും ദിവസങ്ങളിൽ നമ്മുടെ മുൻപിലെത്തുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം സ്റ്റാലിൻ ജോസഫിൻ്റെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇതിനിടയിൽ വൈജയന്തിൻ്റെ സഹോദരനായ ഗംഗാധരനും ശിവനും മനുവുമൊക്കെ ബാലചന്ദ്രനെ ഒന്ന് സ്വാധീനിച്ച് അലീന ആ വീട്ടിൽ നിന്ന് പോകാതിരിക്കുവാനുള്ള പല കുറുക്ക് വഴികളും നോക്കുന്നുണ്ട്. ഒടുവിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഗംഗാധരനും ശിവനും ഒരു തീരുമാനം പറയുകയാണ്. അലീനയ്ക്ക് എറണാകുളം ഭാഗത്ത് ഒരു ഫ്ലാറ്റോ 25 ലക്ഷം രൂപ ഡിപ്പോസിറ്റോ കൊടുത്ത് അവളെ നമുക്ക് സ്റ്റാലിൻ ജോസഫിനൊപ്പം പറഞ്ഞു വിടാതിരിക്കാനാവില്ലേ? ബാലചന്ദ്രൻ പറയുന്നു, അത് നടക്കില്ലല്ലോ ശിവേട്ട, അല്ലെങ്കിൽ അത് നടക്കില്ലല്ലോ ഗംഗേട്ട. അവൾ ആ പൈസയും വാങ്ങിക്കൊണ്ട് പോയി വല്ലോ അനാഥാലയങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കുറച്ച് അന്തേവാസികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു വഴി നമ്മൾ നോക്കുകയോ വേണ്ട. മറിച്ച് എൻ്റെ കയ്യിലുള്ള വഴി ഞാനൊരു കുടുംബയോഗം വിളിച്ച് വൈജയന്തിയുടെ മോളാണ് അലീന എന്ന് വെളിപ്പെടുത്തുന്നതല്ലേ അതിലും നല്ലതെന്ന് പറയുന്നു. അതോടുകൂടി ശിവൻ്റെയും ഗംഗാധരൻ്റെയും വായടയ്ക്കുന്ന ഒരു ഭാഗമാണ് കണ്ടത്. എന്നാൽ വരും ദിവസങ്ങളിൽ കാണുന്നത് സ്റ്റാലിൻ ജോസഫ് തൻ്റെ അച്ഛനായ ഔതക്കുട്ടിയച്ചാനെ വിളിക്കുകയാണ്. അച്ഛൻ തിരക്കിലാണോ? തിരക്കിലല്ലെങ്കിൽ എത്രയും വേഗം കുളത്തുപുഴയ്ക്ക് വരണം. എന്താണ് നീ എന്തെങ്കിലും അർജൻറ്റാണോ? അതെ, ഒരു ചെറിയ ആവശ്യമുണ്ട്. അച്ഛൻ എത്രയും വേഗം വരണം. ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടുന്ന് വേഗം ഒരുങ്ങി കുളത്തുപുഴയ്ക്ക് വാ. 1 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. ഞാൻ വരാടാ, എനിക്കതിനും മടിയൊന്നുമില്ല, എനിക്ക് 1 മണിക്കൂറത്തെ കേസല്ലേ ഉള്ളൂ, ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നോളാം. എന്നാൽ അച്ഛൻ വേഗം വാ, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അങ്ങനെ അവതക്കുട്ടിച്ചാൻ വരുന്നതും കാത്ത് സ്റ്റാലിൻ ജോസഫ് ഇങ്ങനെ പഴയ ഓർമ്മകൾ അയവിറക്കുന്നൊരു ഭാഗമുണ്ട്. തൻ്റെ പഴയ ആൽബങ്ങളിൽ താനും വൈജയന്തിയുമായിട്ടുള്ള പ്രണയരംഗങ്ങളും ആ ഫോട്ടോഷൂട്ടൊക്കെ തൻ്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമാണ് എന്ന് ഒരിക്കൽ കൂടി സ്റ്റാലിൻ ജോസഫ് ആ പഴയ പാണ്ടക്കെട്ടുകൾ എടുത്തു നോക്കി മനസ്സിലാക്കുന്നു. പഴയ ഓർമ്മകൾ ഇങ്ങനെ കയറി വരുമ്പോഴും തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, ആ കുഞ്ഞിനെയാണല്ലോ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നൊക്കെ മനസ്സിനിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം എനിക്ക് എൻ്റെ മോളെ കാണണം. ആ ഒരു തീരുമാനം തൻ്റെ അച്ഛനായ അവതക്കുട്ടിച്ചായനോട് പറയുവാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ മണിക്കൂറുകൾ കാത്തിരുന്നില്ലല്ലോ. കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ അവതക്കുട്ടിച്ചായൻ തൻ്റെ മകനായ സ്റ്റാലിൻ ജോസഫിൻ്റെ അടുക്കിലേക്ക് പാഞ്ഞു വരുന്നു. അപ്പോൾ തൻ്റെ അച്ഛൻ വരുന്നത് കണ്ട് സ്റ്റാലിൻ ജോസഫിൻ്റെ വേലക്കാർ എന്തോ ഗുരുതരമാകുന്ന വിഷയമുണ്ട്. ആ പാലാക്കാരൻ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ബോസിന് അല്ലെങ്കിൽ നമ്മുടെ സാറിന് എന്തോ വിഷയമുണ്ടായിട്ടുണ്ട്. ഇതേണ്ട ഇപ്പം അച്ഛനും വന്നിരിക്കുന്നു, ഇതിൻ്റെ അകത്ത് എന്തോ തിരിമറിയുണ്ട് അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സാറിൻ്റെ മട്ടും ഭാവവുമൊക്കെ ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. ഇനി എന്താണോ ആവോ. ഒന്നാതെ അദ്ദേഹം ഫുൾ ടൈം മധ്യപടിയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായിരിക്കുമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ജോലിക്കാർ പരസ്പരം കുശലം പറയുകയും അല്ലെങ്കിൽ കുറ്റം പറയുകയും ചെയ്യുന്ന കാഴ്ചകളും നമുക്ക് കാണാട്ടോ. എന്തായാലും അവതക്കുട്ടിച്ചായി നേരെ സ്റ്റാലിൻ എന്ത് ചെയ്യടാ എന്ന് ചോദിച്ചിട്ട് നേരെ അകത്തേക്ക് പോകുന്നു. സ്റ്റാലിൻ ജോസഫ് ഇന്ന് തൻ്റെ അച്ഛൻ വരുന്നതും കാത്ത് മദ്യപിക്കാതിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് കണ്ട് അവതക്കുട്ടിച്ചാൻ ഒന്ന് അത്ഭുതം തോന്നി കേട്ടോ. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യമടിച്ച് ബോധം മറന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന സ്റ്റാലിൻ ജോസഫിനെ മാത്രമായിരിക്കും കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വലിയ ഒരു തിടുക്കത്തോടു കൂടി അല്ലെങ്കിൽ എന്തോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ധൃതിയിലാണ് സ്റ്റാലിൻ ഇരിക്കുന്നത് എന്ന് അവതക്കുട്ടിച്ചായന് മനസ്സിലായി. എന്താണ് നീ അത്യാവശ്യമാണ് വിളിച്ചത്? എനിക്കവിടെ തിരക്കുണ്ടായിരുന്നു, എങ്കിലും നീ പറഞ്ഞപ്പോൾ ഞാനൊന്ന് വേഗത്തിലാണ് വന്നത്. എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. സ്റ്റാലിൻ ജോസഫ് പറയുന്നു, അച്ഛാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ നമുക്ക് ഇപ്പോൾ ഇടപെടേണ്ടിയിരിക്കുന്നു. എന്താണ് പ്രശ്നം? നീ പറ. അപ്പോൾ സ്റ്റാലിൻ ജോസഫ് ഒരു മടിയോടുകൂടി തൻ്റെ അച്ഛനോട് ആ പഴയ കാര്യം പറയുകയാണ്. തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. വൈജയന്തി എന്ന ആ പെൺകുട്ടിയെക്കുറിച്ചും അവൾക്ക് ഒരു കുഞ്ഞുണ്ടാകും ആ വിവരം അന്വേഷിച്ച് ആ വിവരം പറയുവാൻ വേണ്ടി ഇവിടെ ഒരാൾ വന്നു എന്നും പറയുകയാണ്. പെട്ടെന്ന് ഇത് കേട്ട് ഞെട്ടുന്ന അവതക്കുട്ടിച്ചായനെ കാണാട്ടോ. എന്തായാലും സ്റ്റാലിൻ ജോസഫ് തൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. എത്രയും വേഗം നമുക്ക് പാലായ്ക്ക് പോകണം. പാലയിൽ ചെന്ന് എൻ്റെ മോളെ എനിക്ക് കാണണം. നീ ഈ പറയുന്ന കാര്യം സത്യമല്ലോ ആണോടാ? അതെ അച്ഛാ, കാര്യങ്ങളൊക്കെ കൃത്യമാണ്. ഇപ്പോൾ അവൾ പാലായിലൊരു വീട്ടിൽ വേലക്കാരിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്കത് കാണണം. അവളെ കണ്ട് പറ്റുമെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് വരണം. ഇത് കേട്ടപ്പോൾ അവതക്കുട്ടിച്ചാൻ ഒന്ന് ഞെട്ടുന്നുണ്ടല്ലോ. കാരണം
ഒരിക്കലും നടക്കുവാൻ പാടില്ലാത്ത കാര്യമാണ്. തനിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞും ഒരു ഭാര്യയും മക്കളുമുണ്ട്. എന്നാൽ വീണ്ടും മുൻകാലത്ത് അഭിഹിതത്തിലുണ്ടായ ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് അവതക്കുട്ടിച്ചായന് പഴയ ആളായതുകൊണ്ട് തന്നെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലോ. നീ കാര്യം സത്യമാണോ ഇല്ലയോ എന്ന് അറിയണം. അല്ലെങ്കിൽ നിന്നെ കബളിപ്പിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നു. ഇല്ലച്ചാ, കാര്യം സത്യമാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഇതാരാടാ എന്ന് പറഞ്ഞത്? ഇതുപോലെ പാലായിൽ നിന്ന് ഒരു ബാലചന്ദ്രൻ മേനോൻ എന്ന ഒരു വ്യക്തി വന്നിരുന്നു. ഓ, ഈ വ്യക്തിയായിരിക്കും, എൻ്റെ വീട്ടിൽ വന്നായിരുന്നു, നിന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴൊന്നും എന്നോട് കൃത്യമായി ഒന്നും പറഞ്ഞില്ല. എന്തായാലും നിൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഇത് ഇങ്ങോട്ടാണ് വരുന്നത്, ഈ കാര്യത്തിനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും നിൻ്റെ അഡ്രസ്സ് കൊടുക്കില്ലായിരുന്നു. അച്ഛാ, അത് സാരമില്ല, എന്തായാലും നമുക്ക് പാലായിക്കൊന്ന് പോകണം എന്ന് പറഞ്ഞു. ഞാൻ വരില്ല, എനിക്കതിന് സമയവുമില്ല. നീ നിൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേങ്കിൽ ഈ വീട്ടിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് വരാനോ നിൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു മകളുടെ സ്ഥാനം കൊടുക്കുവാനോ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് കർക്കശമായി പറയുന്ന അവതക്കുട്ടിച്ചാനെ കാണാം. എന്തായാലും സ്റ്റാലിൻ ജോസഫ് അച്ഛൻ്റെ മുൻപിൽ അല്പം ധൈര്യം കാണിച്ച് പറയുകയാണ്, ഇല്ല അച്ഛാ, ഞാൻ പോവുകയാണ്, എനിക്ക് അവളെ ഒന്ന് കാണണം. കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമാണെന്ന് അന്നറിയാമല്ലോ. നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യാൻ പറയും. പിന്നിൽ സമയം കളയുന്നില്ല. സ്റ്റാലിൻ ജോസഫ് നേരെ ബാലചന്ദ്രനെ ഫോൺ ചെയ്യുക ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ പാലായ്ക്ക് വരികയാണ്, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ കാണാൻ വേണ്ടി മാത്രമാണോ അതോ ഇനി മോളെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? എന്തായാലും നിങ്ങൾ എൻ്റെ അലീനയെ സ്വന്തം മോളായിട്ട് സ്വീകരിക്കുമെങ്കിൽ മാത്രമേ അവളെ കാണിക്കുവാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്നു. സ്റ്റാലിൻ ജോസഫ് അല്പം കർക്കശം പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അല്പം ദേഷ്യഭാവത്തോട് പറയുന്നുണ്ട് ബാലചന്ദ്രനോട്, ബാലചന്ദ്ര, എനിക്ക് എൻ്റെ മോളെ ആദ്യം ഒന്ന് കാണണം, അതിനുവേണ്ടി ഞാനിപ്പോൾ പാലായിലേക്ക് വരിക, എനിക്ക് നിങ്ങളുടെ കറക്റ്റ് ഡീറ്റെയിൽ തരണമെന്ന് പറയുന്നു. എന്തായാലും ബാലചന്ദ്രൻ്റെ മനസ്സിൽ അല്പം ഒരു ആശ്വാസമുണ്ടായത്, അലീനയുടെ കാര്യം അല്പം സംരക്ഷണമായല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അഡ്രസ്സ് കൊടുക്കുന്നു. വേഗത്തിൽ തന്നെ അലീനയെ കാണുവാൻ സ്റ്റാലിൻ ജോസഫ് എത്തുന്ന ഒരു ഭാഗവും വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാട്ടോ. ഇതിനിടയിൽ അലീനയോട് പറയുന്നില്ല തൻ്റെ അച്ഛനാണെന്നോ അല്ലെങ്കിൽ മറ്റാരോ ആണെന്നൊന്നും പറയുന്നില്ല. ഇന്നൊരു ഗസ്റ്റ് ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു. നിനക്ക് നിന്നാൽ കൊണ്ട് കഴിയുന്നതൊക്കെ ആഹാരം ഉണ്ടാക്കണം. അവർ വരുമ്പോൾ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ ആഹാരവും നിൻ്റെ ചായയും ഒക്കെ കാണുമ്പോൾ അവർ സന്തോഷിക്കണം. അതുകൊണ്ട് നീ എത്രയും വേഗം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളാൻ ബാലചന്ദ്രൻ അലീനയ്ക്ക് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നത്, ആരാച്ചാ ഗസ്റ്റ്? അതൊക്കെ പറയാം, എൻ്റെ ഒരു വേണ്ടപ്പെട്ടൊരു കൂട്ടുകാരനാണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ നീ അദ്ദേഹത്തെ സങ്കടപ്പെടുത്താതിരിക്കുവാനുള്ള ട്രീറ്റ് കൊടുക്കണം കേട്ടോ എന്ന് അലീനയോട് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റച്ച, അച്ഛൻ്റെ കൂട്ടുകാരല്ലേ, അപ്പം അതിന് വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞ് അലീനയും പാചകത്തിലേക്ക് കിടക്കുന്നൊരു ഭാഗമുണ്ടോ. അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ മേനോന്റെ വീട്ടിലേക്ക് പഴയ പട്ടാളക്കാരൻ അല്പം മടി കാണിച്ചെങ്കിലും തൻ്റെ മോളെ കാണുവാൻ വേണ്ടി വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി സ്റ്റാലിൻ ജോസഫിനെ ബാലചന്ദ്രൻ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ പഴയ കാര്യങ്ങളോ നിങ്ങളുടെ ചരിത്രങ്ങളോ എൻ്റെ മോളോട് പറയരുത്. എൻ്റെ കൂട്ടുകാരൻ ഒരാളാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ വരുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രനും സ്റ്റാലിൻ ജോസഫും ഒരു ധാരണയിലെത്തുകയും അങ്ങനെ സ്റ്റാലിൻ ജോസഫ് അകത്ത് വന്ന് ഇരിക്കുമ്പോൾ അലീന ചായയുമായിട്ട് വരുന്നൊരു കാഴ്ചയുണ്ട്. ബാലചന്ദ്രൻ അതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ ചായയുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ വേലക്കാരിയാണ് അലീന എന്നൊരു സൂചന കൊടുത്തത് കൊണ്ട് തന്നെ അലീനയുടെ വരവും കാത്ത് സ്റ്റാലിൻ ജോസഫ് ഇരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ സ്റ്റാലിൻ ജോസഫിൻ്റെ നെഞ്ചു പുളർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അലീനയുടെ മുഖം. കാരണം തൻ്റെ അമ്മയുടെ ഷേപ്പുള്ള ഒരു കുട്ടിയാണ് അലീനയെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്ന സ്റ്റാലിൻ ജോസഫിനെയൊക്കെയാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ പ്രമോ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.